എവിടെയായാലും 5 വർഷത്തിൽ ആൾ മാറുകയാണ് എപ്പോഴും നല്ലത് എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുള്ളൂ. എന്നാലേ പലപ്പോഴും ഡെവലപ്മെന്റ്സ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം തോന്നുന്നുള്ളൂ. ശശി തരൂർ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് ഒന്ന് പറയൂ, ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം 2-3 ലൈറ്റുകളുണ്ടായ അല്ലാതെ വേറെ എന്തിനുണ്ട്? ഒരു ജനപ്രതിനിധി, ഒരു MP-യുടെ കടമയെന്ന് പറയുന്നത് അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ പാർലമെന്റിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സെയിം ടൈം പുതിയൊരാൾ ഇതാക്കുകയാണെങ്കിൽ പുതിയൊരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കും ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണം. പിന്നെ ഇപ്പം 3-4 പ്രാവശ്യം ഇരിക്കുന്ന ആളുകൾ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ ആൾക്കാർ വരുന്ന അനുസരിച്ച് വികസനങ്ങളിൽ മാറ്റങ്ങൾ വരും. അത് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പുതിയ ആൾക്കാർ വന്നോന്ന് തന്നെ പറയണം. ഇത്രയും നാൾ അവർ ഭരിച്ചില്ലേ, അപ്പൊ ഇനി പുതിയൊരു ഭരണം വരുമ്പോ എന്തായിരിക്കും നമുക്ക് കാണാമല്ലോ. അവർ നല്ലവരായിരിക്കാം, പക്ഷെ അതുകൊണ്ട് അവരുടെ ആ ഒരു സ്ഥാനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ഇപ്പോൾ രാജീവ് സാറിനെ പോലുള്ള ഒരാളെ വിജയിപ്പിച്ചാൽ തിരുവനന്തപുരത്തിന് വൻ വികസന മുന്നേറ്റം ഉണ്ടാവും. ഇപ്പോൾ സാധ്യത നമ്മളെ BJP സ്ഥാനാർത്ഥിക്കായിരിക്കും സാധ്യത പറഞ്ഞതാണെന്നാണ് തോന്നുന്നത്. നല്ല മുന്നേറ്റമുണ്ട്. ഇപ്പോൾ മറ്റുള്ളതിൻ്റെ ഒരു മാറ്റം വരണം എന്നൊരാഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ജയിച്ചു വന്നു കഴിഞ്ഞാൽ തുടരെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരൊരു കുത്തക സീറ്റ് പോലെ ആയിപ്പോൾ. അപ്പം അതുകൊണ്ട് അത് കൊടുക്കാൻ അല്ലെങ്കിൽ അത്രയും വർക്ക് ചെയ്യുന്ന നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. 15 years ആയിട്ടൊരു MP ആയി നിന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു ബേസിക് ഇങ്ങനത്തെ ഒരു UN-ലൊക്കെ വർക്ക് ചെയ്ത ആളായിട്ടും അങ്ങനത്തെ ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു റിഗറും സയൻറ്റിഫിക് ആയിട്ടൊരു പ്ലാനിങ്ങിൻ്റെ മെക്കാനിസംസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല.